Hi friends, welcome to the English class again. Today, in this episode, we are analyzing the 32nd class in SSLC English. നിങ്ങൾക്കറിയുന്നതുപോലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ് എന്ന് പറയുന്ന ആനക്ഡോട്ടിൻ്റെ മൂന്നാമത്തെ ഭാഗമാണെന്ന് ക്ലാസ് ചർച്ച ചെയ്തത്. അതിൻ്റെ 6, 7, 8, 9 പാരഗ്രാഫുകളാണ്. ഒരു രസകരമായ ഹൃദയസ്പൃഹ കഥയാണ്, നല്ലോണം ശ്രദ്ധിക്കുക. Shall we move on? You remember the first part of the anecdote, don't you? അറിയാലോ, ആദ്യത്തെ നമ്മൾ പഠിച്ച 2 ഭാഗങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ. What was it? എന്താ ഈ ആനക്ഡോട്ടിൻ്റെ പേര്? You know, the best investment I ever made. Who is the writer? അതിൻ്റെ ഓതർ ആരാ? A.J. Cronin. What was it about? The theme എന്താ? It is about how the author's act of kindness transformed a man's life. ഒരു ഓതറുടെ ഒരു ദയാപൂർവമായ പ്രവർത്തനം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്നാണ്. ഹു ആർ ദ ക്യാരക്ടേഴ്സ്? ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? ഇപ്പം നമ്മൾ വന്ന ആളുകൾ 3 ആളുകളാണ് നമുക്കറിയാം. നറേറ്റർ ഈസ് ദർ, മിസ്റ്റർ ജോണസ് ഈസ് ദർ, ഹിസ് വൈഫ് ഈസ് ദർ. വേർ ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ്? എവിടെയാണ് നടക്കുന്നത്? പ്രമേഡക്കുമലാണ് നമുക്കറിയാതെ. വൈ ഡേ എ ക്രോണിൻ ഗിവ് നോ സൈൻ ഓഫ് നോട്ടീസിങ് ദ സ്ട്രേഞ്ചർ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കാവുന്നത്? നമുക്ക് 2 കാരണം കൊണ്ടാണ്. ഹി ഡിഡൻറ്റ് ലൈക്ക് ദ ടീഡിയം ഓഫ് സ്പീക്കിംഗ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഓർ പിന്നെ ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട് നമുക്കറിയുന്നതാണ്. അത് അത്തരം ബന്ധങ്ങൾ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല, ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെന്താണ്? ഹി വാണ്ടഡ് ടു റെസ്റ്റ്, നമുക്കറിയാതെ. നെക്സ്റ്റ്, വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ഹിം ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ ഫോളോയിങ് ഡേ? അടുത്ത ദിവസം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനോഭാവം മാറ്റിയത്? നമുക്കറിയാതെ. എന്തുകൊണ്ടാണ്? ഇയാൾ നിരന്തരം വാച്ച് ചെയ്യുകയും അപ്പോൾ നെക്സ്റ്റ് ഡേ അദ്ദേഹം കാണുന്നത് ആരെയാണ്? അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? അതർ വാസ് ഹിസ് വൈഫ് ടു. ദേ വർ വാച്ചിങ് ഹിം സിറ്റിംഗ് ഓൺ ദെയർ ഡെക്ക് ചെയർ. നമുക്കറിയുന്ന അതൊക്കെ സിറ്റിംഗ് ഓൺ ഹിസ് ഡെക്ക് ചെയർ നമുക്കറിയാതെ. വാട്ട്സ് ക്രോണിൻസ് വി അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് മാൻ? അദ്ദേഹത്തെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താ? ഹീസ് റിസർവ്ഡ് ആൻഡ് സീരിയസ്. നമുക്കറിയുന്ന അതൊക്കെ. ഹാസ് ദ വിസിറ്റിംഗ് കാർഡ് റിമൈൻഡഡ് ഹിം എനിത്തിങ്? ഈ വിസിറ്റിംഗ് കാർഡ് കൊടുത്തല്ലോ. മിസ്റ്റർ ജോണസ് ഗേവ് ഹിസ് വിസിറ്റിംഗ് കാർഡ് ടു ദ നറേറ്റർ. ഡിഡ് ഇറ്റ് റിമൈൻഡ് ഹിം എനിത്തിങ്? എന്തെങ്കിലും അദ്ദേഹത്തെ ഓർമ്മിച്ചോ? അത് നോ. നമുക്കങ്ങനെ മനസ്സിലായത് ദ വാസ് നോ എനി ചേഞ്ച് ഇൻ ഹിസ് എക്സ്പ്രഷൻസ്. മുഖത്തുള്ള ഇതൊന്നും അതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. നമുക്കറിയുന്നതാണത്. റൈറ്റ്, വെരി ഗുഡ്. യു നോ ഓൾ ദിസ് ഒക്കെ നമുക്കറിയാം. വി ക്യാൻ ഹാവ് എ റീകപ്പ് ഓഫ് വാട്ട് വി ഹാവ് ഡിസ്കസ്. ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നുകൂടി നോക്കിയാലോ? ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയട്ടെ, നമുക്കറിയാത്. On the second day of his voyage, the narrator noticed one of his fellow passengers watching him closely. അറിയാലോ, അതായത് ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു പോകുന്ന കടൽ യാത്രയുടെ 2ാമത്തെ ദിവസം നറേറ്റർ അദ്ദേഹത്തെ തൻ്റെ കൂടെയുള്ളൊരു യാത്രികന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. സിൻസ് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എ ടോക്ക് വിത്ത് ഹിം അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് അവർ സംസാരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ടും ആൻഡ് ഹി വാണ്ടഡ് ടു റെസ്റ്റ്, അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വിശ്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടും ഹി ഇഗ്നോർഡ് ഹിം, അദ്ദേഹത്തെ അവഗണിച്ചു. അറിയാലോ, ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s rather ഷോർട്ട് ഇൻ ബിൽറ്റ്. അദ്ദേഹത്തിൻ്റെ രൂപമാണ് 40ൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ 40ൻ്റെ താഴെ വയസ്സുണ്ടാവുക. ഉയരം കുറവുള്ള ആളാണ്. വിത്ത് എ ഫെയർ കംപ്ലക്ഷൻ, നല്ല വെളുത്ത ശരീരപ്രകൃതിയാണ്, വെളുത്ത നിറമാണ്, തൊലിൻ്റെ നിറ കംപ്ലക്ഷൻ നമുക്കറിയാത്. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, നല്ല തെളിഞ്ഞ നീല കണ്ണുകളാണ്. ഹി അപ്പിയർഡ് ടു ബി എ സീരിയസ് ആൻഡ് റിസർവ്ഡ് മാൻ. അദ്ദേഹത്തിൻ്റെ പ്രകൃതി അതാണ്. അറിയാലോ, ഗൗരവമുള്ള, കൂടുതൽ സംസാരിക്കാത്ത പ്രകൃതിയാണ്. ഹി സോ ദ മാൻ വൺസ് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ വാച്ചിങ് ഫ്രം ഹിസ് ഡെക്ക് ചെയർ വിത്ത് ഹിസ് വൈഫ്. ഭാര്യൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഡെക്ക് ചെയറിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് നിരീക്ഷിക്കുന്നതായിട്ട് വീണ്ടും അടുത്ത ദിവസം അദ്ദേഹം കണ്ടു. ഹി ലേൺഡ് ഫ്രം ഹിസ് ചാർട്ട് ദാറ്റ് ദർ വർ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോണസ്. ആരാന്ന് അദ്ദേഹം മനസ്സിലാക്കി? മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോണസ് ആണ് മനസ്സിലാക്കി. ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ ഒരു ചെറിയ ലണ്ടനോട് ചേർന്ന് ചെറിയൊരു താമസ സ്ഥലത്തു നിന്ന്, അതായത് പ്രാന്തപ്രദേശത്തുള്ളൊരു സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹി ഫെൽറ്റ് ദാറ്റ് മിസ്റ്റർ ജോൺ വാസ് ടു ഷൈ ടു അപ്രോച്ച് ഹിം. അദ്ദേഹത്തിന് മിസ്റ്റർ ജോൺ ഇദ്ദേഹത്തിനോട് എന്തോ പറയാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് അതിന് ചെറിയൊരു ലജ്ജുണ്ട്, അല്ലെങ്കിൽ ഒരു ചമ്മലുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ആത്മവിശ്വാസമല്ലേ. ഹി വാസ് ഡിഫിഡൻറ്റ്. റെഡി അല്ലേ? ഹവർ ഓൺ ദ ഫൈനൽ ഡേ ഓഫ് വോയേജ് ഏർജ്ഡ് ബൈ ഹിസ് വൈഫ്, എന്തായാലും യാത്രൻ്റെ അവസാനത്തെ ദിവസം
തൻ്റെ ഭാര്യയാൽ പ്രേരിതനായിട്ട് ഭാര്യ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതുകൊണ്ട് തന്നെ ഹി അപ്രോച്ച്ഡ് ദ നറേറ്റർ അടുത്ത് വന്നു. റെഡിയാണല്ലോ. ഹി ഗേവ് ദ നറേറ്റർ ഹിസ് വിസിറ്റിംഗ് കാർഡ്. എന്ത് കൊടുത്തു? വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. ടു ഹെൽപ്പ് ഹിം ടു ഐഡൻറ്റിഫൈ ഹിം. അദ്ദേഹത്തെ എന്തിനു സഹായിക്കാൻ, തിരിച്ചറിയാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ബട്ട് ദ നറേറ്റർ നറേറ്റർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഹി കുഡിൻറ്റ് ഐഡൻറ്റിഫൈ ഹിം ഓർ റെക്കഗ്നൈസ് ഹിം. അദ്ദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. The visit was actually to inspect many of the summer recreational camps for young people in in New England state. ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ് അവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ 5-6 സ്റ്റേറ്റുകൾ കൂടി ഭാഗമാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും അത്. പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയിട്ടാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് അതിനോട് സമാനമായ പേരുകളുണ്ട്. അപ്പോൾ എന്തായാലും അത്തരം സ്റ്റേറ്റുകളിലെ യുവാക്കൾക്കുള്ള പിന്നെ വേനൽക്കാല വിനോദ കേന്ദ്രങ്ങൾ പരിശോധിക്കാനുള്ള ലക്ഷ്യത്തിലായിരുന്നു അവരവിടെ വന്നിരുന്നത്. പിന്നെ അമേരിക്കയിൽ പോയത് മാത്രമല്ല, ഹി ഓൾസോ വാണ്ടഡ് ടു സ്റ്റഡി ദ മെത്തഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസ് ഓഫ് ബാക്ക്വേർഡ്, മാലജസ്റ്റിറ്റ് ആൻഡ് ഡിലിംഗൻ്റ് യൂത്ത് ഇൻ സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ്. ന്യൂയോർക്കിലെയും മറ്റ് പട്ടണങ്ങളിലെയും അധിവാസ പിന്നെ കേന്ദ്രങ്ങൾ, ആർക്ക് വേണ്ടിയുള്ള? പിന്നോക്കക്കാരായ, പെരുമാറ്റ വൈകൃതങ്ങളുള്ള, വൈകാരിക പ്രശ്നങ്ങളുള്ള, അതുപോലത്തെ കുറ്റവാസനയുള്ള ആളുകളുടെ, അങ്ങനെ അധിവാസ കേന്ദ്രങ്ങളിൽ അത്തരമുള്ള ആളുകളുടെ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ സ്വീകരിക്കുന്ന രീതി ഏതാണ്, അത് പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവരവിടെ വന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി എന്താണെന്ന് നമുക്ക് കാണാം, നോക്കണേ. റൈറ്റ്, വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് പാർട്ട്. യു ഹാവ് സീൻ മിസ്റ്റർ ജോണസ് വാണ്ടഡ് ടു ടോക്ക് വിത്ത് ദ നറേറ്റർ. അദ്ദേഹത്തോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. ഈ ആസ്ക് ദ നറേറ്റർ ടു സ്പെയർ എ ലിറ്റിൽ ടൈം ടു ടോക്ക് വിത്ത്. അത് പറയുന്നുണ്ടല്ലോ, കുറച്ച് നേരം സംസാരിക്കാൻ വേണമെന്ന് പറയുന്നുണ്ട്. പ്ലീസ് സീ ദ പിക്ചേഴ്സ്. ഓക്കെ, സ്റ്റഡി ദ പിക്ചർ. റൈറ്റ്, ദിസ് പിക്ചർ അതോ ശ്രദ്ധിക്കണേ, വളരെ ദയനീയമാണ്, ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ്, ഓക്കെ, ട്രൈ ടു ആൻസർ ദിസ്. ഡു യു നോ ഹൂ ദീസ് ആർ? ഫസ്റ്റ് പിക്ചറിൽ 3 ആളുകളുണ്ട്. ആരൊക്കെയാണത്? നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ്? മിസ്റ്റർ ജോണസ് ഈസ് ദർ, ഹിസ് വൈഫ് ഈസ് ദർ, ആൻഡ് എ ക്രോണിൻ ഓർ ദ നറേറ്റർ ഈസ് ദർ. ഹൂ ഈസ് സിറ്റിംഗ് ദർ? ഷുവർലി ദാറ്റ് ഈസ് എ ക്രോണിൻ. ആൻഡ് ഹൂ ആർ സ്റ്റാൻഡിങ് ദർ? ആരവിടെ നിൽക്കുന്ന ആരാ? വൈ ഡസ് ഇറ്റ് ഷോ? വാട്ട് ഡസ് ഇറ്റ് ഷോ? എന്താണ് അവരവർ ആ പോസ്റ്റർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? വേറെ ആർ ദേ നോ? ഇപ്പോൾ എവിടെ അവരുള്ളത്? ഇതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാലോചിക്കണം കേട്ടോ ചിത്രം വെച്ചിട്ട്. ആൻഡ് യു ഹാവ് സീൻ എ പിക്ചർ, സം ബോയ്സ് ഇൻ എ പിക്ചർ. വാട്ട് മേ ബി ദെയർ പ്രോബ്ലം? എന്തായിരിക്കും അവരുടെ പ്രശ്നം? എന്തായിരിക്കും ആ കുട്ടികളെ പ്രശ്നം? എന്തായിരിക്കും? ആർ ദ ഹാപ്പി? ആർ ദ ഫ്രീ? വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു ദ? എന്തായിരിക്കും അവർക്ക് പറ്റിയിട്ടുണ്ടാവുക? വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? ദാറ്റ് ഈസ് എ ക്രോണിൻ. ജോണസ് ആൻഡ് ഹിസ് വൈഫ് ആർ ടോക്കിംഗ് അബൌട്ട് എന്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക? Now let us read the next 4 paragraph of the anecdote together. നമ്മൾ ഒന്നായിട്ടത് വായിച്ചു നോക്കുക, എല്ലാത്തിനും ഉത്തരം കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ശേഷം ഓരോന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങോട്ട് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, now we can read. There was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. He was by profession a solicitor, but in addition to his practice at the courts, found time to act as a director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of law. As he spoke with real feeling, I got a vivid picture of the work these two people were doing. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to make their place as worthy members of the community. It was a work of redemption that stirred the heart, and I asked what had directed his life into this channel. The question had a strange effect upon him. He took a sharp breath and exclaimed, "You still do not remember me?" I shook my head. To the best of my belief, I had never in my life seen him before. I wanted to get in touch with you for many years, he went on, under increasing stress, but I was never able to bring myself to do so. Then bending near, he spoke a few words tensely in my ear. At that, slowly the veils parted.
My thoughts sped back a quarter of a century, and with a start I remembered the sole occasion when I had seen this man before. വളരെ നല്ല ഒരു പാരഗ്രാഫാണ്. നല്ലോണം പാരഗ്രാഫുകളാണ്, കഥൻ്റെ ഭാഗമാണ്. നല്ലോണം ശ്രദ്ധിക്കുക. അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ രൂപം നമ്മളിത് ഈ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഉത്തരമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. റെഡിയല്ലേ? കുറച്ച് ചോദ്യങ്ങളോട് നോക്കൂ. വാട്ട് ആർ ദ ഡൂയിങ് ഇൻ അമേരിക്ക? എന്താ അവർ അമേരിക്കയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്, എന്തിനാണ് അവർ വന്നത്, എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാലോ. ഇനി ഏജക്രോൻ സീംസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് ടോക്ക് വിത്ത് സ്ട്രേഞ്ചർ. വാട്ട് അട്രാക്റ്റഡ് ഹിം മോസ്റ്റ്? ഇതിൻ്റെ ഉത്തരമൊക്കെ എന്തിനാണ്? ഈ ചോദ്യം എന്തിനുള്ള അറിയാം മക്കളെ, നിങ്ങളൊന്ന് ഇൻസ്പയർ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അതിൻ്റെ ഉത്തരം മനസ്സിലാലോചിക്കുക. അടുത്ത വായനയിൽ അത് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. പിന്നെ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ കാര്യം പറഞ്ഞു തരും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ അല്ലാതെ നിങ്ങൾ നേരെ ഉത്തരം എഴുതാനല്ല. ഏജക്രോൻ സീംസ് ഇൻട്രസ്റ്റ് ഇൻ ഹിസ് ടോക്ക് വിത്ത് ദ സ്ട്രേഞ്ചർ. അദ്ദേഹം ആ അപരിചിതനോടുള്ള സംസാരത്തിൽ താല്പര്യം തുടങ്ങി, അയാൾക്ക് തോന്നാൻ തുടങ്ങി. എന്താണ് അദ്ദേഹത്തെ ആകർഷിച്ചത്? നോക്കി, ബുക്ക് മുമ്പിലുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയാം, ഒന്ന് മനസ്സിലാക്കി നോക്കാം. വാട്ട് വാസ് ഹിസ് പ്രൊഫഷൻ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി? എന്തായിരുന്നു സ്ട്രേഞ്ചറുടെ? ഹി ഹാസ് ബീൻ വർക്കിംഗ് ആക്റ്റീവ്ലി ഫോർ 15 years. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഹിസ് കോൺട്രിബ്യൂഷൻസ്? അദ്ദേഹം ഒരുപാട് കാലമായി, അല്ലെങ്കിൽ 15 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു, വളരെ സജീവമായിട്ട് ജോലി ചെയ്യുന്നു നമ്മൾ പറഞ്ഞു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കാണാൻ പറ്റുമെന്നാണ്. ഹൗ ഡിഡ് ദ ഹെൽപ്പ് ദോസ് ഡെർലിക്റ്റ് യൂത്ത്? എങ്ങനെയാണ് മോശം അവസ്ഥയിലുള്ള യുവാക്കളെ അദ്ദേഹം എന്ത് ചെയ്ത് സഹായിച്ചത്? വാട്ട് സ്പെഷ്യൽ അബൌട്ട് ദിയർ വർക്ക്? എന്താണ് വർക്കിൻ്റെ പ്രത്യേകത? എത്തരത്തിലുള്ള വർക്കാണ്? ഇതൊക്കെ നമ്മളെ ഭാഗത്തുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശ്രമിച്ചൊക്കെ അവസാനം എല്ലാം പറയട്ടോ. അത് നിങ്ങളൊന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞിടത്തോളം പറഞ്ഞു വെക്കുക. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യും ഇനി നമ്മൾ വായിക്കുമ്പോൾ കിട്ടും. കുറേ ആശയം കിട്ടിയിട്ടുണ്ടാവും. വാട്ട് മൈറ്റ് ബി റിലേഷൻ ബിറ്റ്വീൻ ദം? എന്തായിരിക്കും ഈ ക്രോണിനും ജോണസും തമ്മിലുള്ള ബന്ധം? വൈ ഡു ഹി വാണ്ട് ടു ടോക്ക് ടു? എന്തുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്ര താല്പര്യം ഉണ്ടാകാൻ കാരണം എന്താ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നും കൂടി ഒന്ന് മനസ്സിരുത്തി വളരെ ശബ്ദമായിട്ട് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുമാണ് കേട്ടോ. ഓക്കെ, റൈറ്റ്, സ്റ്റാർട്ട്. Okay dears, now let us try to answer the scaffolding questions. There are 4 questions from this part. ഉള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 2 വട്ടം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എങ്കിൽ നമുക്ക് ഉത്തരം ചർച്ച ചെയ്യാം. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. വൈ? ചോദ്യം മനസ്സിലാത്ത പോലെ ആരുണ്ടാവുമല്ലോ. ആലോചിച്ച് നോക്കുന്നിട്ട് ഞാൻ അർത്ഥം പറയാം. റെഡിയല്ലേ? അയാൾ അന്തപ്രേരിതമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്നാണ്. അതായത് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു തലത്തിലുള്ള പ്രേരണ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇഷ്ടപ്പെടാൻ തുടങ്ങി. ജന്മവാസനാപരമായ കാര്യത്തിൽ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എന്ന് പറയാം. റെഡിയല്ലേ? അടുത്തത് വാട്ട് ഡിഡ് ക്രോണിൻ ലേൺ അബൌട്ട് ദ മാൻ ആഫ്റ്റർ ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ? കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ എന്തൊക്കെയാണ് ക്രോണിന് മനസ്സിലാക്കാൻ പറ്റിയത് ആളെക്കുറിച്ച്? റെഡിയല്ലേ? അടുത്തത് ഹൗ ദ കപ്പിൾ ഹെൽപ്പ് ഡെർലിക്റ്റ് അഡോളസൻസ് ടു ലീഡ് നോർമൽ ലൈഫ്? ഈ 2 ആളുകൾ ആരൊക്കെയാണ്? 2 ആളുകൾ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എങ്ങനെയാണ് മോശം അവസ്ഥയിലുള്ള കൗമാരക്കാരെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചിരുന്നത്? വാട്ട് ക്രോണിങ് മീൻ ബൈ ദി എക്സ്പ്രഷൻ ദ വെയിൽസ് പാർട്ടിഡ്? എന്താണ് വെയിൽസ് എക്സ്പ്രഷനുള്ള എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആണല്ലോ മക്കളെ? നിങ്ങൾ ചെയ്തു നോക്കൂട്ടോ. ഉത്തരം എഴുതി നോക്കും. പോസ് ചെയ്ത് ചെയ്യണം കേട്ടോ. അതും പിന്നെ അങ്ങനെ നിൽക്കുമ്പം വീഡിയോ നിങ്ങൾ അതുകൊണ്ടാണ്. റൈറ്റ്, ഓക്കെ. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ദി ഓഥർ വാസ് ഇംപ്രസ്ഡ് ബൈ ദ യങ് മാൻസ് ഡെഡിക്കേറ്റഡ് വർക്ക് ഫോർ മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡിലിങ്കൻറ്റ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് കുറ്റവാസനയുള്ള പിന്നെ വൈകാരിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ അർപ്പിതമായ അയാളുടെ പ്രവർത്തനങ്ങളാൽ മതിപ്പുണ്ടായിട്ടാണ് എന്ത് ചെയ്തത്? മതിപ്പ് തോന്നിയിട്ടാണ് അദ്ദേഹത്തിനോട് താല്പര്യം തോന്നിയത്, ഇഷ്ടപ്പെടാൻ തോന്നിയത്. അറിയാലോ. ഇനി എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയത്? ഏജക്രോണിന് എന്താണ് നമ്മുടെ ഈ കഥ പിന്നെ ജോണിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ദ മാൻ ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. അറിയാലോ, യുവജനക്ഷേമത്തിൻ്റെ മേഖലയിൽ ഇവർ 15 വർഷമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാര്യ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഹി വാസ് എ സോളിസിറ്റർ. അദ്ദേഹം ജോലി അദ്ദേഹം എന്താണ്? അഡ്വക്കേറ്റാണ്. ഹി ഫൗണ്ട് വക്കീലാണ് അല്ലെങ്കിൽ ലോയറാണ്.
പിന്നെ ഹി ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ധർമ്മസ്ഥാപനത്തിൻ്റെ സംഘടനൻ്റെ എന്തായിരുന്നു ആ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനുള്ള സമയം കണ്ടെത്തിയിരുന്നു. ആർക്ക് വേണ്ടിയുള്ളതാണ് ആ സ്ഥാപനം? ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പരിചരണത്തിന് വേണ്ടിയിട്ട് കരുതലിന് വേണ്ടിയുള്ള ഒരു ഏതായിരുന്നു സമർപ്പിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു. അത് എവിടുത്തെ കുട്ടികളാണ്? അത് മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്, തോനും പട്ടണത്തിലെ എവിടെ നിന്നുള്ള കുട്ടികളാണ്? പിന്നെ നമുക്കറിയാം സ്ലം എന്ന് പറഞ്ഞ ചേരിയാണ്, അറിയാലോ, അവിടെ നിന്നുള്ള കുട്ടികളാണ്. ഹു ഹാഡ് ഫോളൻ അണ്ടർ ദ ബാൻ ഓഫ് ലോ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ആളുകളാണ്. സോ അതിൻ്റെ ഫലമായിട്ട് അവർ ശിക്ഷിക്കപ്പെട്ടാവും. അത്തരം കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഡയറക്ടറും കൂടിയാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ദ കപ്പിൾ ഹെൽപ്പ് ഡെറലിക്ട് അഡോളസൻസ് ടു ലീഡ് നോർമൽ ലൈഫ്. എങ്ങനെ അവരെ സഹായിച്ചത്? ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ആലോചിക്കാം, മക്കളെപ്പോൾ എളുപ്പം ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ദേ ടുക്ക് ദം ഫ്രം ജുവനൈൽ കോർട്ട്സ്. ആദ്യം അവരെന്ത് ചെയ്യും? കുട്ടികളെ കോടതിയിൽ നിന്ന് അവരെ ഏറ്റെടുക്കും. ജുവനൈൽ കോർട്ട് എന്ന് പറഞ്ഞാൽ മൈനേഴ്സിനുള്ള കോർട്ടാണ്. മൈനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നിയമപരമായിട്ട് പ്രായപൂർത്തിയാവാത്ത ആളുകളാണ് ആര്? മൈനർ, അറിയാലോ. പിന്നെ അവർക്കുള്ള കോർട്ടാണ്. പിന്നെ അവിടുന്ന് എടുക്കുക, അവിടുന്ന് ഏറ്റെടുക്കും കേട്ടോ. പ്ലേസ്ഡ് ദം ഇൻ എ ഹെൽത്തി എൻവയറൺമെൻറ്റ്, അവരെ നല്ല ആരോഗ്യപരമായൊരു പരിസ്ഥിതിയിൽ അവരെ ആക്കും. രണ്ടാമത്തെ പോയിൻ്റാണത്. ഹീൽഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി, അവരെ ശരീരത്തിലും മനസ്സിലുള്ള അവരുടെ മുറിവുകളൊക്കെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആവശ്യമായ കൗൺസിലിംഗ്, അതുപോലെ തന്നെ നല്ല ഭക്ഷണം ശിക്ഷണമൊക്കെ അവർക്ക് കൊടുക്കും. ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്, അങ്ങനെ അവരെ നല്ല ലോകത്തേക്ക് എന്ത് ചെയ്യും? തിരിച്ച് പറഞ്ഞേക്കും. ഇപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുക, എന്താ ചെയ്യുക? ദേ വർ ഗിവൺ ട്രെയിനിങ് ഇൻ എ യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റ്, കൈത്തൊഴിൽ എന്തെങ്കിലും ഒരു ഏത് കൊടുക്കുമ്പോൾ ട്രെയിനിങ് കൊടുക്കുക. എന്നിട്ടോ അതിൻ്റെ ഗുണം എന്താ? ദർ ബൈ മെയ്ഡ് ദം വർത്തി മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമുക്കൊരു സമൂഹത്തിൽ വില ഉണ്ടാകാൻ നമുക്ക് ചെറിയ നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ നമ്മളെടുത്തുണ്ടാകും, ഒരുപാടില്ലെങ്കിലും. അപ്പോൾ അത് നേടാനും അങ്ങനെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ ആളുകളായിട്ട് എന്ത് ചെയ്യും? അവരെ മാറ്റിയെടുക്കുകയും ചെയ്യും. നല്ലൊരു പ്രവർത്തനമാണത്. വളരെ ക്ലിയർ ആണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യം അതാണ്. ഒരാളെ നമുക്ക് നന്നാക്കാൻ പറ്റിയാൽ, വൃത്തികേട് നന്നാക്കാൻ പറ്റിയാൽ ലോകത്ത് എന്ത് കിട്ടുന്നതിനേക്കാൾ നമുക്ക് നല്ലതാണത്. അതൊക്കെ തന്നെയാണ് ഈ പാഠത്തിൻ്റെ ഒരു മെസ്സേജും കൂടി. അതാണ് നമ്മൾ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ പിന്നെ വേണ്ടാത്തതിന് പോകുമ്പോൾ നിങ്ങളെ വിളിക്കുമ്പോൾ നമ്മളതിന് കൂടില്ല വേണ്ടത്. അല്ലെങ്കിൽ ഒരു വേണ്ടാത്തൊരു കാര്യത്തിനൊരു നമ്മൾ പിന്നെ ചങ്ങാഴ്ച വിളിക്കുകയാണ്, നമ്മളവരൊക്കെ കൂടെ പോവല്ല വേണ്ടത്. അതായത് ഞാൻ പറഞ്ഞ സ്കൂളിലൊക്കെ നടക്കുന്ന സംഗതികൾ നമുക്കറിയാലോ. ഏതെങ്കിലും കുട്ടികളൊക്കെ ഗ്രൂപ്പായി നിന്നിട്ട് വേണ്ടാത്ത പണികളിലൊക്കെ നമ്മൾ ഏർപ്പെടുകയും അതൊക്കെ മൂടിയൊക്കെ ചെയ്യുക, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അറിയിക്കേണ്ടവരെ അറിയിക്കുക, നമ്മൾ തന്നെ ആദ്യം തടയാൻ ശ്രമിക്കുക, എന്നിട്ട് അറിയിക്കുന്നവരെ അറിയിക്കുക, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് മാനക്കേട് വരാത്ത രീതിയിൽ നമ്മളത് ഇടപെടാൻ നമ്മൾ ശ്രമിക്കണം. റെഡിയല്ലേ? ഇനി എന്താണ് വെയിൽസ് പാർട്ടഡ് എന്ന് പറഞ്ഞാൽ? റിവീൽ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ മാൻ എന്നാണ്. അദ്ദേഹം ആര് എന്നുള്ളത് മനസ്സിലായി എന്നാണ്. ഇനി ലെറ്റ് us discuss the paragraphs in detail. മക്കൾക്ക് ഇപ്പോൾ നന്നായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് ആശയമൊക്കെ ഒന്ന് പറയാം, ശ്രദ്ധിക്കണം. നല്ല ടൈം വാക്കുകൾ കണ്ടാലോ? ജെനുവിൻ എന്ന് പറഞ്ഞാൽ നോട്ട് പ്രിറ്റൻഡഡ്, നിഷ്കളങ്കമായ, ആത്മാർത്ഥമായ എന്നൊക്കെയാണ്. തനതായ രീതിയിലുള്ള, അതായത് തട്ടിപ്പൊന്നുമില്ലാത്തതിനെ ജെനുവിൻ എന്ന് പറയാം. ഡിസാമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കും തോറും ഒരാളോട് കൂടുതൽ അടുപ്പം തോന്നുന്ന പ്രകൃതത്തിനാണ് ഡിസാമിങ് എന്ന് പറയാം. ഓർമ്മ ഉണ്ടാവും, ബഷീറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വാക്ക്. ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ്ലി, ആന്തരികമായി എന്നാണ്, ജന്മവാസനയിൽ നിന്നുണ്ടാകുന്നതാണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമത്തിനാണ്, വെൽബീങ്, അറിയാലോ. സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ ലോയറാണ്. പിന്നെ ഇൻ അഡീഷൻ ടു എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ്, പുറമേ എന്നാണ്. എഴുതിയെടുക്കണം കേട്ടോ, എല്ലാം എഴുതിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് ഓരോ സ്റ്റാർ ഇട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഓരോന്ന് അറിയാലോ, നമുക്കറിയാം എന്താ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ സാധാരണ എഴുതുന്നൊക്കെ എന്തായാലും എഴുതണം. അഡീഷണലായിട്ട് എഴുതേണ്ടത് എന്തുണ്ടെങ്കിൽ ഞാൻ പറയും ചെയ്യും. റെഡിയല്ലേ? പിന്നെ ചാരിറ്റബിൾ എന്ന് പറഞ്ഞാൽ ധർമ്മ, ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ് ചാരിറ്റബിൾ. സ്ലം എന്ന് പറഞ്ഞാൽ ചേരിയാണ്. ചേരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ വലിയ അങ്ങാടികൾക്ക് ചുറ്റുണ്ട്, പല വലിയ പട്ടണങ്ങൾക്ക് ചുറ്റുള്ള സ്ഥലമാണ് ചേരി, നമുക്കറിയാതെ. ഫോൾ അണ്ടർ എന്ന് പറഞ്ഞാൽ ബി ഇൻക്ലൂഡിൻ, ഉൾപ്പെട്ട എന്ന അർത്ഥം. അല്ലെങ്കിൽ ടു ബി ഇൻഫ്ലുവൻസ്ഡ് അഫക്റ്റഡ് ബൈ, മറ്റുള്ള സ്വാധീനിക്കപ്പെട്ട എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഇവിടെ ബി ഇൻക്ലൂഡഡ് ഇന്നാണ് കുറച്ചുകൂടി നന്നാവുക. റെഡിയല്ലേ? ഓക്കെ, ചർച്ച ചെയ്ത് നോക്കിയാലോ. ദർ വാസ് ഇൻ ഹിസ് വോയിസ് ആൻഡ് മാനർ, ഇൻഡീഡ് ഇൻ ഹിസ് ഹോൾ പേഴ്സണാലിറ്റി, എ ജെനുവിൻ എന്തൂസിയാസം ദാറ്റ് വാസ് ഡിസാമിങ്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, വിട്ടുപോയതാണ്. ഒന്ന് പറഞ്ഞു നോക്കുക, എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ദർ വാസ് ഇൻ ജോൺസ് വോയിസ് ആൻഡ് മാനർ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അതുപോലെ തന്നെ രീതികളിലൊക്കെ പെരുമാറ്റത്തിലൊക്കെ, ഇൻഡീഡ് ഇൻ ഹിസ് ഹോൾ പേഴ്സണാലിറ്റി, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വ്യക്തിത്വത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു? എ ജെനുവിൻ എന്തൂസിയാസം, വളരെ കളങ്കമില്ലാത്തൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഡിസാമിങ്, അത് അദ്ദേഹത്തിനോടൊരു താല്പര്യം ജനിപ്പിക്കുന്നതാണ്.
കൂടുതൽ അടുപ്പുണ്ടാക്കുന്നതാണ്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിന് സുഖം ഉണ്ടാവുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുമ്പോഴാണ്. അപ്പോൾ തിരിച്ച് നിങ്ങൾ ആലോചിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന് ആലോചിക്കുക, മറ്റുള്ളവരെ ഇടങ്ങേറാക്കണം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യത്വത്തിന് വിരുദ്ധമാണത്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, നമ്മുടെ വിശ്വാസം കാര്യങ്ങളും നമ്മുടെ ചിന്താഗതികളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും അവരുടെ വിശ്വാസങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബഹുമാനിക്കാൻ കഴിയണം. എല്ലാ കാഴ്ചപ്പാടും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ മനുഷ്യനാവില്ലല്ലോ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടാവും. പക്ഷെ നമുക്ക് ശരിയാന്ന് തോന്നുന്നു നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ അതാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. പക്ഷെ നമ്മളോട് വിഭിന്നമായ കാഴ്ചപ്പാടുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. അത് അവരുടേതായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിങ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. ഇങ്ങനെ കാര്യം സംസാരം കേട്ടപ്പോൾ തന്നെ ഐ ഫൗണ്ട് മൈസെൽഫ് liking him instinctively. That means he started liking him innately. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? ജോണിനെ വളരെ എന്തോ ഒരു ഉള്ളിൽ നിന്ന് പ്രേരണയാൽ എന്ത് ചെയ്യാന്ന് പറയും. ഇപ്പം നല്ലൊരു കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും, അത്രേ അതിനർത്ഥമുള്ളൂ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇയാൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. റെഡി അല്ലേ? ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ. ഫർദർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ന അർത്ഥം കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കണേ. FURTHER ഫർദർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ്. FARTHER ഉണ്ട്, ഫാദർ എന്ന് പലപ്പോഴും പല പരീക്ഷയ്ക്ക് സിമിലർ വേർഡ്സ് ഒക്കെ ചോദിക്കുന്നതാണ്. ദൂരേക്ക് എന്നാണ്, നല്ലോണം ശ്രദ്ധിക്കണം. കൂടുതൽ ചോദിച്ചപ്പം എന്താ ഉണ്ടായത്? വാട്ട് ഡിഡ് ഹി ലേൺ? ഹി ലേൺ ദാറ്റ് ഹി ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. അറിയാം നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ചർച്ച വന്നുകൊണ്ടപ്പം നേരത്തെ മലയാളം പറഞ്ഞു. നിങ്ങൾ പറയും അവർ 15 കൊല്ലത്തോളമായി യുവജനക്ഷേമത്തിൻ്റെ മേഖലയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ. ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. ജോലി എന്താണ് അദ്ദേഹത്തിന്? വക്കീലാണ്. ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിന് പുറമെ ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്. അത് ഓരോന്ന് പറഞ്ഞ പോലെ ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് ഡയറക്ടർ ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഒരു ധർമ്മസംഘടനൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യാൻ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു? സമയം കണ്ടെത്തിയിരുന്നു. അത് ആർക്ക് വേണ്ടിയുള്ളതായി സംഘടന? ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട സംഘടനയാണ്. എവിടുത്തെ കുട്ടികളാണ് അവർ? മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്. സിറ്റിയിലെ എവിടുന്ന് അവർ കുട്ടികൾ വരുന്നത്? ആ ചേരികളിൽ നിന്നാണ്. ഹു ഹാഡ് ഫോളൺ അണ്ടർ ദ ബാൻ ഓഫ് ലോ. അവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട കുട്ടികളായിരിക്കും. വളരെ ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ വളരെ നല്ലൊരു പണിയാണ് ചെയ്യുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നമ്മൾ കാണുന്നത്? ഇതാണ് സ്ലം. മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഈ വീടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. റെഡിയല്ലേ? അവരോടൊക്കെ നമ്മളെ കാഴ്ചപ്പാടുകൾ, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഗവൺമെൻറ്റുകളുടെ കാഴ്ചപ്പാടൊക്കെ വളരെ ദയനീയമാണ്. നമുക്കറിയുന്നതാണ്. ഇവരെ മറച്ചു വെക്കാനും ദാരിദ്ര്യമില്ലാന്ന് അറിയിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് പല ഭാഗത്ത് നടക്കുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഇവരെ അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഓക്കെ. നൗ ലോയറാണ്, അറിയാലോ. സോളിസിറ്റർ ലോയറാണ്. നൗ നെക്സ്റ്റ് പാരഗ്രാഫ്. കുറച്ച് വാക്കുകൾ ഈ ഭാഗത്തുള്ള ശ്രദ്ധിക്കണം. വിവിഡ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ എന്നാണ്. ഡെർലിക്റ്റ് എന്ന് പറഞ്ഞാൽ മോശം അവസ്ഥയിലെന്നാണ്. ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൈത്തൊഴിലാണ്. വേർത്തി എന്ന് പറഞ്ഞാൽ പറ്റിയ, നന്മയുള്ള എന്നൊക്കെയാണ് അർത്ഥം. മൂല്യമുള്ള എന്നൊക്കെ അർത്ഥം. റിഡംഷൻ എന്ന് പറഞ്ഞാൽ മോചനാണ്. തെറ്റുന്ന അല്ലെങ്കിൽ മോശത്തു നിന്നൊക്കെയുള്ള മോചനത്തിനാണ് റിഡംഷൻ എന്ന് പറയാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംഘർഷമാണ്, സമ്മർദ്ദമാണ്. ടെൻസ്ലി എന്ന് പറഞ്ഞാൽ സംഘർഷത്തോടു കൂടിയതാണ്. വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കുന്ന ഒരു മറക്കാണ്. എന്തെന്ന് പറയാം? വെയിലെന്ന് പറയാം. സ്റ്റാർട്ട് ഇവിടെ നൗണാണ്. അതിൻ്റെ അർത്ഥം ഒരു ഞെട്ടലിനാണ് കേട്ടോ. എ സഡൻ ഇൻവോളണ്ടറി മൂവാണ്. സോൾ എന്ന് പറഞ്ഞാൽ ഒള്ളി, മാത്രം, ഒന്ന് എന്നൊക്കെ അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ. ആസ് എ സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. വളരെ യഥാർത്ഥമായൊരു വികാരത്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രിട്ടൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സത്യസന്ധമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ ഓഫ് ദ വർക്ക് ദീസ് ടു പീപ്പിൾ വെർ ഡൂയിങ്. അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ളൊരു കൃത്യമായൊരു ചിത്രം ആർക്ക് കിട്ടി? നമ്മുടെ നറേറ്റർ കിട്ടി. ഐ ലേൺഡ് ഹൗ ഡേ took derelict adolescents from juvenile court. അവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കണേ. ആദ്യം അവരെന്താ ചെയ്യുക? മൈനർമാർക്കുള്ള കോടതിയാണ്. അതായത് ലീഗലി പ്രായപൂർത്തിയാകാത്ത ആളുകൾക്കുള്ളതാണ് ജുവനൈൽ കോർട്ട്. നമുക്കറിയാം.
അവിടെയാണല്ലോ അവർ നിയമ അണ്ടർ ദ ബാൻ ഓഫ് ലോ നമ്മൾ പറഞ്ഞു, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പെടുമ്പോൾ അവരെന്ത് ചെയ്യും, ജുവനൈൽ കോർട്ടിൽ ഹാജരാക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യും, അഡോളസൻസ് നമുക്കറിയാം കൗമാരക്കാരാണ്, നമുക്കറിയാലോ. കൗമാരക്കാരായ മോശാവസ്ഥയിലുള്ള ഈ കുട്ടികളെ ജുവനൈൽ കോർട്ടിൽ നിന്ന് വരെ ഏറ്റെടുക്കും. റെഡി അല്ലേ? എന്നിട്ടോ പ്ലേസിങ് ദം ഇൻ എ ഹെൽത്തി എൻവയറൺമെൻറ്റ്, എവിടെ അവർ പിന്നെ ആക്കും, ആരോഗ്യപരമായ പരിസ്ഥിതിയിൽ എന്ത് ചെയ്യും, അവർ ആക്കും. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ചേരി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ അവർ പാവത്തുങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മറ്റുള്ള ആളുകളെല്ലാവരും ചൂഷണം ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൽ പല വേണ്ടാത്തരങ്ങളുടെയും കേന്ദ്രമായിട്ട് പല ചേരികളും മാറാറുണ്ട്. നമുക്കറിയാലോ, അത് മറ്റുള്ള പൈസക്കാരവരെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഞാൻ വിശദീകരിക്കണം, ഞങ്ങൾക്കറിയാം പല സ്ഥലങ്ങളും ചേരികളൊക്കെ കുപ്രസിദ്ധമാണ്, നട്ടോറിയസ് ആണ്. ഞാൻ വിശദീകരിക്കണം, ഞങ്ങൾക്കറിയാം അത്. എന്നിട്ട് എന്താ ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, to take them from a juvenile court. Second one is to place them in a healthy environment. Next one is to heal them in mind and body, to cure their mind and body. ശരീരം മനസ്സൊക്കെ സുഖപ്പെടുത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും, അതുപോലെ മരുന്നൊക്കെ കൊടുക്കും, കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെൻഡ് ദം ബാക്ക് ടു വേൾഡ്, എന്നിട്ട് നല്ല ലോകത്തേക്ക് എന്ത് ചെയ്യും, അവരെ തിരിച്ചു പറഞ്ഞേക്കും. പിന്നെ അവർക്ക് ആത്മാഭിമാനം ഉണ്ടാക്കാതെ ഏറ്റവും പ്രധാന മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആളുകൾ മൂല്യം കൽപ്പിക്കേണ്ടതുമായ കാര്യമാണ് നമ്മളുടെയും മറ്റുള്ളവരുടെ ആത്മാഭിമാനം. അത് നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാനോ അത് അപമതിക്കാനോ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒരു പേഴ്സൺ അങ്ങനെ ആത്മാഭിമാനം ഉണ്ടാവണമെങ്കിൽ അവന് സ്വയം കാലിൽ നിൽക്കാൻ പറ്റണം. അതിന് വേണ്ടി എന്താ ചെയ്തിരുന്നത്, ദേ വർ ഗിവൺ ട്രെയിനിങ് ഇൻ എ യൂസ്ഫുൾ ഹാൻഡിക്രാഫ്റ്റ്, ഒരു ഉപകാരപ്രദമായ ഒരു കൈത്തൊഴിൽ ട്രെയിനിങ് കൊടുക്കും. റെഡി അല്ലേ, പരിശീലനം കൊടുക്കും. വിച്ച് മെയ്ഡ് ദം ഫിറ്റ് ടു മേക്ക് ദ പ്ലേസ് ആസ് എ വർത്തി മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അങ്ങനെ സമൂഹത്തിൽ നല്ല ആളായിട്ട് ഒരു നല്ലൊരു അംഗമായിട്ട്, മൂല്യമുള്ളൊരു അംഗമായിട്ട്, നന്മയുള്ളൊരു അംഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമൂഹത്തിൽ നിൽക്കാൻ പറ്റും. അതിന് പറ്റിയ രീതിയിൽ അത് യോജിച്ച ഒരാളായിട്ട് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, ടേക്ക് ദം ഫ്രം juvenile court, place them in a healthy environment, heal them in mind and body and send them back to the world. Finally എന്താണ്, to give training in a useful handicraft. ഇത്രയും കാര്യങ്ങളാ ചെയ്യാൻ വളരെ നല്ലൊരു പണിയാണ് മക്കളെ. അത് ക്ലിയർ അല്ലേ? ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ. അതൊരു മോചനത്തിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ തരത്തിലുള്ള മോചനത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു അത്. അതായത് അദ്ദേഹം ചെയ്ത തെറ്റുകളുടെ അതിൽ നിന്ന് മോചിപ്പിക്കാനും, മോചനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് മോക്ഷം കിട്ടാനും സാൽവേഷന് വരെ കാരണമാകുന്ന ഒരു സംഗതിയാണ്. നേരത്തെ പറഞ്ഞത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാം കിട്ടുന്നതിനേക്കാളും ഗുണകരമാണ്. അതേസമയത്ത് തിന്മയിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ ആ തിന്മൻ്റെ പങ്ക് പറ്റുന്ന മാതിരിയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തിന്മക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല. അതൊക്കെ അറിയാലോ. ദ സ്റ്റിൽഡ് ദ ഹാർട്ട്, മനസ്സിനെ ഇളക്കിയ മൂവ് ചെയ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തെ സ്പർശിച്ച, നന്നായിട്ട് ഒലച്ച. ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഹാഡ് ഡിറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദിസ് ചാനൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളെ ഈ ഒരു വഴിയിലേക്ക് തിരിച്ചു വിട്ടത് എന്ന് ചോദിച്ചു. ചാനൽ എന്ന് പറഞ്ഞാൽ വേനൊക്കെയുള്ള സെൻസ് എവിടെ ഉള്ളൂ, ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ തിരിച്ചുവിട്ട സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദ ക്വസ്റ്റ്യൻ ഹാഡ് എ സ്ട്രേഞ്ച് ഇഫക്റ്റ് അപ്പോൺ ഹിം. ഒരു വല്ലാത്തൊരു വിചിത്രമായ ഒരു ഫലമാണ് ആ ചോദ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്. ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത് ആൻഡ് എക്സ്ക്ലെയിം എന്നുള്ളൊരു നീണ്ടൊരു ശ്വാസം വിട്ടിട്ട് അത് അത്ഭുതത്തോടു കൂടി പറയണം, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ, നിങ്ങൾക്ക് ഇനി എന്നെ ഓർക്കുന്നില്ല നിങ്ങൾ? ഐ ഷുക്ക് മൈ ഹെഡ്. നമുക്കറിയാം നോഡഡ് മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ആന്ന് പറഞ്ഞു എന്നാണ്. ഷുക്ക് മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, നോ എന്ന് പറഞ്ഞു എന്നാണ്, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ്, എൻ്റെ പിന്നെ വിശ്വാസത്തിൽ, പിന്നെ ഉത്തമ വിശ്വാസത്തിൽ, ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് ഹാഡ് സീൻ ഹിം ബിഫോർ. ജീവിതത്തിൽ മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. അദ്ദേഹം പറയാണ്, ഐ വാണ്ടഡ് ടു കോണ്ടാക്ട് യു ഫോർ മെനി. ഒരുപാട് കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ആണ്, ഗെറ്റ് ഇൻ ടച്ച് അറിയാലോ. പിന്നെ കൊല്ലങ്ങളായിട്ട് നിങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വെൻ്റ് ഓൺ, ഹി കണ്ടിന്യൂഡ്, അദ്ദേഹം തുടർന്നു. അണ്ടർ ഇൻക്രീസ് ഇൻ സ്ട്രെസ്. ഇത് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ എന്തുണ്ട്, ഒരു സമ്മർദ്ദം, ഇങ്ങനെ സംഘർഷം വളർന്നു വരുന്ന രീതിയിലാണ്, മാനസികമായിട്ട് സംഘർഷം വരുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്തോ ഒരു വളരെ സ്ട്രെസ്സുള്ള മാതിരിയാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു സോ. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ദെൻ ബെൻഡിങ് നിയർ, എൻ്റെ അടുത്ത് നിന്നും എല്ലാം ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട്, ഹി സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടെൻസിലി ഇൻ മൈ ഇയർ. എന്തോ കുറച്ച് കാര്യങ്ങൾ വളരെ സംഘർഷത്തോടു കൂടി
സമ്മർദ്ദത്തോടുകൂടി എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞൊരു എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സംഗതി, ആ ടെൻസിൽ ഈ സ്ട്രെസ് എന്നൊക്കെ മനസ്സിലാക്കാം. ഈ പറയുന്ന കാര്യം അത്ര നല്ല രസമുള്ളൊരു ഹ്യൂമറസ് ആയ ഒരു എപ്പിസോഡൊന്നും അല്ല, ഫണ്ണിയൊന്നും അല്ല, മനസ്സിലാക്കാം. എന്താണ് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. കാര്യങ്ങൾ റെഡി അല്ലേ? ആൻഡ് സ്ലോലി ദ വെയിൽസ് പാർട്ട്. അത് ഇങ്ങോട്ട് കേട്ടപ്പോൾ എൻ്റെ ആ മറ മെല്ലാണ്ട് മാറി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരാന്നുള്ളത് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചു, അത് ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതാണ്. മൈ തോട്ട്സ് സ്പെഡ് ബാക്ക്. സ്പീഡ് സ്പെഡ് എന്ന് പറഞ്ഞാൽ റാൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. എൻ്റെ ചിന്തകൾ പിന്നോട്ടോടിയ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി, നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സ്, 25 കൊല്ലം പിന്നോട്ട് ഓടി. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട്, ഒരു ഞെട്ടലോടുകൂടി, ഐ റിമെമ്പർ ദ സോൾ ഒക്കേഷൻ, ഐ റിമെമ്പർ ദ ഒൺലി ഒക്കേഷൻ, അദ്ദേഹത്തെ കണ്ട ഒരേ ഒരു സാഹചര്യം ഞാൻ ഓർത്തു. വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. മുമ്പ് അദ്ദേഹത്തെ കണ്ട ഒരേ ഒരു സാഹചര്യം ഒരു ഞെട്ടലോട് കൂടി ഞാൻ ഓർത്തു. എത്ര കാലം മുമ്പാണ് അപ്പം കണ്ടത്? 25 കൊല്ലം മുമ്പാണ്. ആ സംഭവം വളരെ വല്ലാത്തൊരു സംഭവമാണ്. ഈ കഥയ്ക്ക് മക്കളെ നല്ല രസമുണ്ട്. ഈ കഥയിൽ ഒരുപാട് കഥകളുണ്ട്, 3 കഥകൾ കൂടിയതാണ് ഈ കഥ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി കഥകളിലേക്ക് നമുക്ക് പിന്നെ പോവാം. നല്ല ആസ്വദിച്ച് വായിക്കുക, വീണ്ടും വീണ്ടും കഥ വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആസ്വദിക്കല്ല, നിങ്ങൾ വായിച്ചിട്ട് ആസ്വദിക്കുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഒരു രസമൊക്കെ കിട്ടുക. ഓക്കെ ഡിയേഴ്സ്, നൗ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യപ്പെട്ട സംഗതികളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെഡിയല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ ഇതുവരെയുള്ള അതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. സിമ്പിളാണ് കേട്ടോ, വളരെ ചുരുക്കിയാണ് എഴുതിയിട്ടുള്ളത്. എഴുതിയെടുക്കേണ്ടത് അതറിയാൽ നമുക്ക്. ഹി ടോൾഡ് ദ നറേറ്റർ ദാറ്റ് ഹി വാസ് എ സോളിസിറ്റർ ബൈ പ്രൊഫഷൻ ആൻഡ് വാസ് ദ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവേർട്ടഡ് ടു ദ കെയർ ഓഫ് ഡെർലിക്റ്റ് അഡോൾസൻസ്. നമുക്കറിയാലോ അത്. From conversation, the narrator learned how they rehabilitate such adolescents. Rehabilitate എന്ന് പറഞ്ഞാൽ പുനരധിവസിപ്പിക്കുക എന്നാട്ടോ. അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് വിശദീകരിക്കണില്ല. The narrator wanted to know why he was attracted to social work. Then with a great surprise, he said something in the narrator's ears. അറിയാലോ നിങ്ങൾക്ക്. The narrator could remember what had happened before 25 years. ക്ലിയർ ആണല്ലോ? 25 കൊല്ലം മുമ്പുള്ള കാര്യത്തെ ഓർത്ത് എഴുതിയെടുക്കണം കേട്ടോ. ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തപ്പോൾ ഇതുമ്പോൾ ഒരുപാട് സമ്മറി അല്ല, ഒരുപാടാവുന്നുണ്ടോ എഴുതാത്ത സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കണം. റെഡിയല്ലേ? ഓക്കെ ഡിയേഴ്സ്, ഇനി ഒന്നാമത്തെ അസൈൻമെൻറ്റ് നോക്കിയാലും എഴുതേണ്ടതാണ്. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി ചാരിറ്റബിൾ വർക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ വെർ എൻഗേജ്ഡ് ഇൻ. നമുക്കറിയാലോ, അതാണല്ലോ ഒന്നാമത്തത്. മിസ്റ്റർ ജോണും തൻ്റെ ഭാര്യയും കൂടി ചെയ്യുന്ന ചാരിറ്റബിൾ വർക്കിൻ്റെ അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ്. അതിൽ കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഐ എം ഗോയിങ് ടു ഗിവ് യു എ സാമ്പിൾ. റെഡിയല്ലേ? ആ പോയിന്റുകളാണ് ഈ ചുവപ്പിൽ കാണിച്ചിട്ടുള്ളത്. ചെറിയൊരു ഹെഡിങ് കൊടുത്തു, നല്ലൊരു തുടക്കമുണ്ട്. പല കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് നന്നായി കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിക്കാം, ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. സെൽഫ്ലെസ് സർവീസ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ, അതാണ് ഹെഡിങ് കൊടുത്തത്. ഇതന്നാണെന്നില്ല, ആ പാരഗ്രാഫിൻ്റെ ആശയം കാണിക്കുന്ന എന്ത് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. Mr. John and his wife had been active for the past 15 years in the field of youth welfare. Professionally, Mr. John is a solicitor, but as the director of charitable institutions, his life is devoted to the welfare of boys and girls from the slums who had fallen under the ban of law. They took derelict adolescents from juvenile court and placing them in a healthy environment healed them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. They were seen in the summer recreation camps for young people. They visited settlement houses to study methods to deal with backward, malnourished youth. They not only rescued them but also gave training in handicraft, rehabilitated them and bring them back to life. നല്ലൊരു പാരഗ്രാഫാണ്, മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എഴുതിയെടുക്കേണ്ടതാണ്. ചോദ്യോത്തരമൊക്കെ എഴുതിയെടുക്കണം കേട്ടോ, സാമ്പിളായിട്ട് എഴുതിയെടുക്കണം. ചെയ്യല്ലോ. നെക്സ്റ്റ് വൺ ഈസ് രണ്ടാമത്തെ അസൈൻമെൻറ്റ് ശ്രദ്ധിക്കണം കേട്ടോ, വൊക്കാബുലറി ആക്ടിവിറ്റി ആയിട്ട് ബന്ധമുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കുക സെൻറ്റൻസുകൾ. ഈ വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. ഐ വാസ് എ യങ് ഡോക്ടർ. ഇറ്റ് വാസ് എ സർജൻറ്റ് ഓഫ് പോലീസ്. ഇതൊക്കെ അവസാനത്തെ ഭാഗത്ത് വരുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചുവപ്പ് കാണിച്ച സംഗതികളൊക്കെ വ്യത്യസ്തമായ ജോലികളാണുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ജോലികളുണ്ട്, കുറച്ച് അതെന്താ ചെയ്യുന്ന ആളാണെന്നും ഇവിടെ ഉണ്ട്. നിങ്ങളത് മാച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അക്കൗണ്ടൻ്റ് ആരാണ്, അസ്ട്രോണമർ ആരാണ്, ബൊട്ടാണിസ്റ്റ് ആരാണ്, കാർപ്പൻ്റർ ആരാണ്, ഡെൻറ്റിസ്റ്റ് ആരാണ്, ഇലക്ട്രീഷ്യൻ ആരാണ്, ഫയർ ഫൈറ്റർ ആരാണ്, അഡ്രസ്സർ ആരെന്ന് അറിയാത്തല്ലോ ആരുണ്ടാവല്ലോ. ഒന്ന് ചെയ്താളോ ആദ്യം. ഇടയില്ലേ, പോസ് ചെയ്യണം കേട്ടോ. റെഡി? ഉത്തരം കാണാം.
അക്കൗണ്ടൻ്റ് ആരാ? പേഴ്സൺ ഹൂ വർക്ക്സ് വിത്ത് മണി ആൻഡ് അക്കൗണ്ട്. സംശയമൊന്നുമില്ല. അസ്ട്രോണമർ പൈസയും കാര്യം കൈകാര്യം ചെയ്യുന്ന ആളാണ് ആര്? അക്കൗണ്ടൻറ്റ്. അസ്ട്രോണമർ ആരാ? എ പേഴ്സൺ ഹു സ്റ്റഡി സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. നക്ഷത്രത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പഠിക്കുന്ന ആളാണ് അസ്ട്രോണമർ. ബൊട്ടാണിസ്റ്റ് ആരാണ്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് പ്ലാന്റ്സ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളാണ് ചെടികളെക്കുറിച്ച് പഠിക്കുന്ന ആൾ. നമുക്ക് വേണമെങ്കിൽ റിലേറ്റീവ് പ്രോനൗണായിട്ട് ചിലപ്പോൾ പറയാൻ സുഖം കേട്ടോ. കാർപ്പൻ്റർ ആരാ? എ കാർപ്പൻ്റർ ഈസ് എ പേഴ്സൺ ഹൂ മേക്ക് തിങ്സ് ഫ്രം വുഡ്. മരത്തിൽ നിന്ന് സാധനം ഉണ്ടാക്കുന്ന ആളാണ്. ശരിയാണ്. ഡെൻറ്റിസ്റ്റ് ആരാ? എ പേഴ്സൺ ഹൂ ക്യാൻ ഫിക്സ് പ്രോബ്ലംസ് ഓഫ് യുവർ ടീത്ത്. പല്ലുകളെ പ്രശ്നങ്ങൾ തീർക്കുന്ന ആളാണ്. ഇലക്ട്രീഷ്യൻ ആരാ? എ പേഴ്സൺ ഹൂ വർക്ക്സ് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്. ഫയർ ഫൈറ്റർ ആരാ? പേഴ്സൺ ഹു പുട്ട്സ് ഔട്ട് ഫയർ. അറിയാലോ, നമുക്കറിയാം. എഡ്രസ്സർ ആരാ? പേഴ്സൺ ഹു കട്ട്സ് യുവർ ഹെയർ ആൻഡ് ഗിവ്സ് എ ന്യൂ സ്റ്റൈൽ. അതൊക്കെ നമുക്കറിയാലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് എഴുതിയെടുക്കേണ്ടതാണ്. ചോദ്യോത്തരമൊക്കെ എഴുതണേ. അസൈൻമെൻറ്റ് 3, മൂന്നാമത്തെ അസൈൻമെൻറ്റ്, തേർഡ് അസൈൻമെൻ്റ് ആണ്. ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൺസിസ്റ്റിംഗ് ഓഫ് എ വെർബ് എയ്തർ ഓർ ബോത്ത് ഓഫ് എ പ്രിപ്പോസിഷൻ ഓർ അഡ്വേർബ് ഹാസ് എ ഇഡിയോമാറ്റിക് മീനിങ്. നല്ല ശ്രദ്ധിക്കണം, സിമ്പിളാണ്. അതായത് ഒരു ഫ്രേസാണ്, അതിലൊരു വെർബ് ഉണ്ടാവും, ചിലപ്പം പ്രിപ്പോസിഷൻ ഉണ്ടാവും, അതല്ലെങ്കിൽ വെർബ് ഉണ്ടാവും, അഡ്വേർബ് ഉണ്ടാവും. ശ്രദ്ധിക്കണം നല്ലോട്ടോ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ. പിന്നെ ഗോ ഓൺ എന്നുള്ളതിൽ നിങ്ങൾ നോക്കൂ. ഗോ ഓൺ എന്ന് പറയുമ്പോൾ ഗോ എന്നുള്ള വെർബാണ്, ഓൺ ഏതാണ്? പിന്നെ പ്രിപ്പോസിഷനാണ്. അതിൻ്റെ അർത്ഥം ഗോൻ്റെ ഓണിൻ്റെ അർത്ഥമല്ല. അതാണ് ഇഡിയോമാറ്റിക് മീനിങ് എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? ഗോൻ്റെ അർത്ഥം പോവുക, ഓൺ മുകളിൽ നിന്ന്, രണ്ടും കൂടി ചേർന്നാൽ മുകളിലോട്ട് പോകാൻ അർത്ഥം വരും. അതല്ല എൻ്റെ അർത്ഥം. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക എന്ന. ഇങ്ങനെയുള്ളതിനെയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. പിക്ക് അപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അഡ്വേർബിയലാണ്, അഡ്വേർബാണ്. ഇപ്പോൾ പിക്കപ്പ് എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം വന്നു, അതിനെയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയാം. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം ഫ്രേസൽ വെർബിൻ്റെ ഡെഫിനിഷൻ എഴുതണം, ഈ ഉദാഹരണങ്ങളൊക്കെ എഴുതണം. ഗോ ഓൺ തുടരുക എന്നാണ്. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് സമ്മൺ ഓർ സംതിങ് അപ്പ് ഫ്രം സർഫസ് എന്നാണ്. സർഫേസ് ഒരു സാധനത്തെ മുകളിൽ പൊക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അടുത്തത് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിമാനമൊക്കെ പറക്കുന്നതിന് ടേക്ക് ഓഫ് വേറെ അർത്ഥമുണ്ട്. ഒരർത്ഥം അതാണ്, നമുക്ക് നീക്കാൻ പറ്റിയ സാധനം എടുത്ത് നീക്കുന്നതിന് നമ്മൾ ടേക്ക് ഓഫ് പറയാറുണ്ട്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയറാണ്, ധരിക്കുക എന്നാണ്. പിന്നെ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ചാണ്, തിരയുക എന്നാണ്. സെറ്റ് ഓഫ് യാത്ര തുടരുക എന്നാണ്, തുടങ്ങുക എന്നാണ്. ഗെറ്റ് ഇൻ എൻ്റർ പ്രവേശിക്കുക. കം അക്രോസ് കണ്ടുമുട്ടുക. പുട്ട് അക്രോസ് ആശയവിനിമയം നടത്തുക. പുട്ടപ്പ് വിത്ത് ബെയർ സഹിക്കുക. ടേൺ അവേ അവഗണിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നൊക്കെ അർത്ഥം. ഇതാദ്യം എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് ചേരുമ്പടി ചേർക്കാൻ വേണ്ടി കോളോൺ അർത്ഥമുള്ള വാക്കുകളുണ്ട്. ഇത് ഇവിടെ ഫ്രേസൽ വെർബ് ഉണ്ട്, അതിൻ്റെ മീനിങ് ഉണ്ട്. ചേരുമ്പടി ചേർക്കണം, നിങ്ങൾ മാച്ച് ചെയ്യണം. ചെയ്തോളൂല്ലോ. റൈറ്റ് ആൻസർ ഇസ് ഹിയർ. കോളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. പുട്ട് ഓൺ വെയർ ധരിക്കലാണ്. ഗിവപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നാണ്, ഉപേക്ഷിക്കുക എന്നാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ ആണ്. ഗെറ്റ് അവേ എസ്കേപ്പ് രക്ഷപ്പെടുക എന്നാണ്. പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെ മാറ്റിവെക്കുക എന്നാണ്. ടു ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ഓഫ് സംരക്ഷിക്കുക എന്നാണ്. ടേൺ ഡൗൺ റെഫ്യൂസ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് 4 മാർക്കിൻ്റെ ഷുവർ ചോദ്യമാണ് ഫ്രേസൽ വെർബ്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പരീക്ഷയോടനുബന്ധിച്ച് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഞാൻ വിടും. അതൊക്കെ നിങ്ങൾ കണ്ടാൽ ഫുൾ മാർക്കും കിട്ടും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് ചെയ്യുന്നത്. അതുവരെ നിങ്ങൾ ചെയ്യേണ്ടത് കാണുന്ന ഫ്രേസൽ വെർബുകളൊക്കെ പ്രത്യേകിച്ച് ഒരു കളക്ഷനാക്കിയിട്ട് എഴുതി വെക്കുക വേണ്ടത്. റെഡി അല്ലേ? ഓക്കെ ഡിയേഴ്സ്, നമുക്ക് 2 ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാനാണ്. ചോദ്യം മാത്രം എഴുതിയാൽ മതി. ദ ഷിപ്പ്മേറ്റ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഫംഗ്ഷൻ ടു കൺഗ്രാജുലേറ്റ് മിസ്റ്റർ ജോൺ. യു ആർ വൺ ഓഫ് ദം. ഡ്രാഫ്റ്റ് എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ഓൾ ടു ദ ഫംഗ്ഷൻ. നല്ല ചോദ്യമാണ്, അറിയാലോ. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായി. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടി നടത്തുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഷിപ്പ്മേറ്റ്സ്, ആ കപ്പലിലുള്ള ആളുകൾ. ആ പരിപാടിയെക്കുറിച്ച് നോട്ടീസ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? അടുത്ത ഫംഗ്ഷൻ ടു കൺഗ്രാജുലേറ്റ് മിസ്റ്റർ ജോൺ ഈസ് അറേഞ്ച്ഡ് ഓൺ ബോർഡ്. നമ്മളതിന് മുകളിൽ, അതായത് പിന്നെ കപ്പലിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. യു ആർ വൺ ഓഫ് ദ വോയേജസ് ഹു ആസ്ക് ടു ഡെലിവർ എ സ്പീച്ച്. നിങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും സ്പീച്ച് എന്നാണ്. ഒന്ന് ചെയ്ത് നോക്കുക മക്കളെ. ഒക്കെ ക്ലിയർ ആയിട്ട് നല്ലൊരു പാഠമാണ്, നല്ല രസമുള്ള പാഠമാണ്, മനസ്സിൽ തട്ടേണ്ട പാഠമാണ്. ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക. മീറ്റ് യു അഗൈൻ. ടിൽ ദെൻ ഗുഡ് ബൈ.